ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഹായ്. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പെർമിഷൻ ഉണ്ടോ? ഓക്കെ. ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കേസ് സ്റ്റഡി എന്ന നിലയിൽ കുഴപ്പമുണ്ടോ? നിങ്ങളുടെ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല. പേരോ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ. ഓൾറൈറ്റ്. എന്താണ് ഒരു 15 to 20 മിനിറ്റ്സിനുള്ളിൽ എന്താണ് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും അത്? ഒരു കാര്യവും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ. ഇത് എത്ര കാലമായിട്ടുള്ള ഉള്ളതാണ്? കുറേ വർഷങ്ങളായി. ഒരു വർഷം എന്ന് വെച്ചാൽ എത്ര വർഷങ്ങളായിട്ടുണ്ടോ ഏകദേശം? നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയിട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് എല്ലാം തോന്നാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടോ? ഞാൻ പഠനം കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത്. എന്ത് സ്റ്റഡീസ് കഴിഞ്ഞപ്പോൾ അല്ലേ? ചെയ്യാനാണ് ബുദ്ധിമുട്ട്. മാറി മാറി ചെയ്യുകയാണെങ്കിൽ പ്രശ്നമല്ല. ഓക്കെ. ഒരു കാര്യം തന്നെ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതെ അതെ. നമ്മൾ ഒരേ കാര്യം തന്നെ ഒരാഴ്ച 2 ആഴ്ച അങ്ങനെയൊക്കെ ചെയ്താൽ ഭയങ്കര മടുപ്പ് തോന്നും. പക്ഷെ പുതിയ പുതിയ മാറ്റങ്ങൾ വരികയാണെങ്കിൽ ചെയ്യണതിന് ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. അത് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയ, അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ കാരണം അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുമെന്ന് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ല, എനിക്ക് തോന്നിയതാ. നിങ്ങൾക്ക് തോന്നിയ ഇത് ഈ ഒരു ബിഹേവിയർ അല്ല ഹാബിറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണ് നഷ്ടങ്ങൾ വന്നിട്ടുള്ളത്? നമ്മളൊരു കറക്റ്റ് ഒരു റുട്ടീനിൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ പറ്റണില്ല. അതുകൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടായി, ചാലഞ്ചസ് എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിൽ? മറ്റുള്ളവർക്കൊന്നും നമ്മൾ കാരണം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല എന്നൊരു തോന്നലുണ്ടാവും. പിന്നെ നമ്മൾ ആഗ്രഹിക്കണ ഒരു ജോലി, എനിക്ക് ഒരു ജോലിക്ക് പോവായിരുന്നു. എനിക്ക് ഈ ഒരു കാരണം ഞാൻ ആ ജോലിക്ക് ചേർന്നിട്ട് തന്നെ ഇല്ല. കാരണം അത് ജോയിൻ ചെയ്താല് 25 വർഷമൊക്കെ അവിടെ വർക്ക് ചെയ്യണ്ടായിരുന്നു പറഞ്ഞു. നമ്മള് പൈസ കൊടുത്ത് കയറിയാല്. അപ്പൊ പിന്നെ അത് ആലോചിക്കാൻ പറ്റണില്ല. പൈസ പോയി കിട്ടൂല്ലേ? നിങ്ങൾക്ക് ഉറപ്പാ പൈസ പോകുന്നുള്ളത്. അതെ. അല്ലെങ്കിൽ പിന്നെ ഞാനത് കഷ്ടപ്പെട്ടിട്ട് ഇടങ്ങാറാർക്കോ വേണ്ടി ചെയ്യണ പോലെ ഇതിന്റെ ലൈഫ് തീർക്കണം. അതിന് എനിക്ക് താല്പര്യമില്ല. ഓക്കെ. ഇത് നിങ്ങൾക്കൊരു ദോഷമായിട്ട് തോന്നുന്നുണ്ടോ? ദോഷാണ്. എന്തുകൊണ്ടാ ദോഷം? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റുട്ടീനിൽ നമ്മളെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അതന്നെയല്ലേ വലിയ ദോഷം. ഓക്കെ. ചിലരുണ്ട്, ഒരു കാര്യം തുടങ്ങും, പിന്നെ മറ്റൊരു കാര്യം തുടങ്ങും, പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, നാലാമത്തെ കാര്യം തുടങ്ങുന്ന വ്യക്തികളുണ്ട്. പക്ഷെ അതൊരു ബിസിനസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് കേട്ടോ. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ, തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബിസിനസ്സാണെങ്കിൽ ആ ബിസിനസ് മറ്റുള്ളവർക്ക് വിറ്റിട്ട് പിന്നെ പുതിയതും തുടങ്ങും, പുതിയ സംരംഭം തുടങ്ങും. സ്റ്റാർട്ടേഴ്സ് എന്ന് അവർ പറയാം. അവരത് തുടങ്ങും, പിന്നെ അത് വിൽക്കും, പിന്നെ പുതിയ തുടങ്ങും, പിന്നെ വിൽക്കും. കാരണം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മൂഡ് ഉണ്ടാവില്ല. അവർക്ക് ആ ഒരു, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, ഒരു ഫീലിംഗ് ഇല്ലാത്ത വ്യക്തികളാണ് ഇവർ. അവർ യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ വല്ലതും ഉണ്ടോ? അങ്ങനത്തതല്ല. നമ്മള് പാഷൻ ആണെങ്കിലും നമ്മൾ എന്ത് കാര്യം ചെയ്താലും കുറച്ച് കഴിഞ്ഞാൽ അതിനോട് മടുപ്പ് വരും. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഇപ്പൊ റീസെന്റ് എന്താണ് നിങ്ങൾ ഒഴിവാക്കിയത്? എനിക്ക് ഓർഗാനിക് ഫാമിംഗ് നല്ല ഇഷ്ടമാണ്. ഓക്കെ. അത് വലിയ സംഭവമായി തുടങ്ങി, അതുകൊണ്ട് ഒഴിവാക്കി. കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര, നമുക്കൊരു തലക്ക് ഭയങ്കര ഒരു ബേർഡൻ ആയ പോലെ തോന്നും. സ്വസ്ഥത കിട്ടാത്ത പോലെ തോന്നും. അതന്നെ റുട്ടീൻ ചെയ്യുമ്പോൾ. അതിലെത്ര റുപ്യ ഇൻവെസ്റ്റ് ചെയ്തു? നിങ്ങൾ ആരാന്ന് പറയണ്ട, എവിടെയെന്ന് പറഞ്ഞു. എത്ര ഇൻവെസ്റ്റ് ചെയ്തു നിങ്ങൾ? ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ചെറിയ രീതിയിൽ. എത്രയെന്ന് പറഞ്ഞാൽ ഒരു ബിലോ 10,000. ബിലോ 10,000. ഓക്കെ. അത് എത്ര മാസം അതിന്റെ ബാക്കിൽ നടന്നു നിങ്ങൾ? ഒരു 3 മാസം. 3 മാസം. ആ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് വല്ല പ്രോഫിറ്റും കിട്ടിയോ? ചെറിയ രീതിയിലൊക്കെ. ഓക്കെ. എത്ര കിട്ടിയിട്ടുണ്ടാവും? എത്ര വരുമാനം കിട്ടിയിട്ടുണ്ടാവും ഈ 3 മാസത്തിൽ? എന്താ വെച്ചാൽ നമ്മൾ ഈ ഫാമിംഗ് ആവുമ്പോൾ 3 മാസം കഴിഞ്ഞാലാണ് ശരിക്കും ഏണിങ് തുടങ്ങുള്ളൂ. അപ്പൊ എത്ര കിട്ടിയിട്ടുണ്ടാവും? എത്ര വന്നു മാത്രം പറഞ്ഞാൽ മതി. ഒരു 1,500, 2,000. 2,000. അപ്പൊ അവിടെ ഒരു 8,000 റുപ്യ നഷ്ടം വന്നിട്ടുണ്ട് നിങ്ങൾക്ക്? ഉണ്ട്. പക്ഷെ അത് പാഷൻ ആവുകൊണ്ട് നഷ്ടമായിട്ട് തോന്നുന്നില്ല. അത് ഓക്കെ, റൈറ്റ്. വേറൊരു കാര്യം കൂടെ പറയാമോ ഇതേപോലെ പകുതി വെച്ച് നിർത്തിയ കാര്യം? ബാക്കി
പകുതി വെച്ച് നിർത്തിയത് പറഞ്ഞാൽ ഞാൻ പഠനങ്ങള് അങ്ങനത്തെയൊക്കെ അത് ഒഴിവാക്കി. ഒരുപാട് വർഷങ്ങൾ മുമ്പല്ലേ? ഞാൻ റീസെന്റ് ആയിട്ട് ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ഓൺലൈനിൽ ഒരു മെന്ററിങ്ങിന്റെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഉം, കോഴ്സ് കഴിഞ്ഞിട്ട് ഉം. അത് 3 മാസമായപ്പത്തിന് ഞാൻ ഒഴിവാക്കി. മെന്ററിങ്ങിന്റെ കോഴ്സ് ആയിരുന്നു അത്? അതെ അതെ. ഓക്കെ. അതിന് എത്ര ഇൻവെസ്റ്റ് ചെയ്തു നിങ്ങൾ? ആരാണ് അതിന് മെന്റർ എന്നൊന്നും ഒന്നും പറയണ്ട. മെന്റർ ആരാന്ന് പറഞ്ഞ എത്ര ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞു? 10,000. 10,000. എത്ര മാസം പോയി, അല്ലെ എത്ര ദിവസം, അല്ലെ എത്ര ആഴ്ച പോയി അതിന്? അത് ഓൺലൈനായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ. അത് കംപ്ലീറ്റ് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്തോ? ഉം. അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? അത് ആ സബ്ജക്റ്റും കാര്യങ്ങളും താല്പര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓർഗാനിക് ഫാമിംഗ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലേ? ഇത് അത് തമ്മിലുള്ള ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മറ്റേതെന്താ വെച്ചാല് നമ്മള് കമ്പൽസറി ആണ് അതൊരു ക്ലാസ്സിൽ ജോയിൻ ആവണം നിർബന്ധം. ഉം. അപ്പോൾ അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർക്കുന്നുള്ളത് അങ്ങനെ ആയിരിക്കും ചിലപ്പോ. അല്ലേ? ആരെയും നിർബന്ധം, നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പോൾ നിർബന്ധം, ഇതിനാണ് ഫോഴ്സ്ഡ് ലേണിംഗ് എന്ന് പറയാം. ഓക്കെ, ഫോഴ്സ്ഡ് ലേണിംഗ് എന്ന് പറയാം. 3 തരത്തിലുള്ള ലേണിംഗ് ഉണ്ട്. ഒന്ന് ഫോഴ്സ്ഡ് ലേണിംഗ് ആണ്, മറ്റ് ആക്സിഡൻ്റൽ ലേണിംഗ് ആണ്, മൂന്നാമത്തെ ഇൻറ്റൻഷൻ ലേണിംഗ് ആണ്. ഓക്കെ, 3 ലേണിംഗ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥിതിക്ക് ഇതൊരു ഫോഴ്സ്ഡ് ലേണിംഗ്. ആരോ ഉണ്ട് അവിടെ, പൂർത്തീകരിക്കണം, എല്ലാ സെഷനും പങ്കെടുക്കണം എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ പൂർത്തീകരിച്ചു. ഇനി അത് എത്ര മാസത്തെ പ്രോഗ്രാം ആയിരുന്നു അത്? 1 ഇയർ. 1 ഇയർ. നിങ്ങൾ 1 ഇയർ കംപ്ലീറ്റ് അത് പഠിച്ചോ? ഇരുന്ന് കംപ്ലീറ്റ് ചെയ്തോ? അതില് 6 മാസം കഴിഞ്ഞാല് നമുക്ക് ട്രെയിനിങ് ആണ്. ഓക്കെ. അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോ? 1 വർഷത്തെ കഴിഞ്ഞോ നിങ്ങൾ? കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. അതിന് സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. അവരാ കീഴിലുള്ളതിന്റെ സർട്ടിഫിക്കറ്റ്. ഓക്കെ. അതായിട്ട് വല്ല പൈസ ഉണ്ടാക്കിയോ? അതോട്ട് പൈസ ഉണ്ടാക്കാൻ അവരെ കീഴിൽ 1 വർഷം വർക്ക് ചെയ്യണം. അതിന് ശേഷം പൈസ തരുള്ളൂ അവര്? അതെ തരുള്ളൂ. അതില് 6 മാസം കംപ്ലീറ്റ് ചെയ്താലാണ് കാശ് തരലെടുത്തുള്ളൂ. ഞാനത് 3 ആക്കിയപ്പത്തിന് ഡ്രോപ്പ്. ഓക്കെ. അപ്പോൾ 6 മാസം പോയാൽ ക്യാഷ് കിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ 3 മാസമായപ്പോൾ അത് നിർത്തി അവിടെ. അപ്പോൾ അവിടെയും നഷ്ടമാണ്. പക്ഷെ അവിടെ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടല്ലേ നിങ്ങൾ? അപ്പോൾ അത് വിദ്യ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നഷ്ടങ്ങളില്ല. നഷ്ടമില്ല. പക്ഷെ ഒരു 10,000 റുപ്യ നിങ്ങൾ അതിനൊരു ബിസിനസ് ആക്കി വളർത്താൻ പറ്റില്ല എന്ന് മാത്രം അല്ലേ? അതെ. ഓക്കെ. ഇവിടെ മറ്റേ സ്ഥലത്ത് നിങ്ങൾക്ക് അതൊരു ബിസിനസ് ആക്കി വളർത്താൻ പറ്റില്ല, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ എങ്ങനെ ചെയ്യണുണ്ടെങ്കിലും നമ്മൾ ഉള്ളിന്റെ ഭയങ്കര ഒരു ഇതാണ്. ഒന്നും ആവണില്ലല്ലോ, നമുക്കൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ വിവരങ്ങള് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമുക്കൊന്ന് മറ്റുള്ളവർക്കൊരു ഉപകാരമുള്ള കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബോധം ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ നമ്മൾ ഈ രണ്ട് കേസ് എടുക്കാം. ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് കോച്ചിങ്ങിന്റെ കേസാണ്. ഓക്കെ, നിങ്ങളൊരു മെന്റർഷിപ്പിന്റെ കേസ്. അവിടെ നിങ്ങളാണ് മെന്റർ ചെയ്യുന്ന ആളല്ലേ? നിങ്ങൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളല്ലേ മെന്റർ ആവല്? അതെ അല്ലേ? അപ്പോൾ അത് നമുക്ക് വേറെ ആരെയും ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ആയിരിക്കണം ക്ലയൻസിനായിട്ട് സംസാരിക്കേണ്ടതെല്ലാം. ശരിയല്ലേ? നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. ശരിയല്ലേ? ഉറപ്പല്ലേ? അതായത് 10 മണിക്കൂർ നിങ്ങൾ ഒരു ക്ലയന്റിനായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ മാത്രമല്ലേ 10 മണിക്കൂറിന്റെ അമൗണ്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ. അപ്പം അവിടെ നിങ്ങളുടെ ടൈം നിങ്ങളുടെയാണ് പോണത്. നിങ്ങളുടെ ടൈമാണ് പോണത്. നിങ്ങൾ 5 മണിക്കൂർ വർക്ക് ചെയ്താൽ 5 മണിക്കൂറിന്റെ പൈസ കിട്ടും. 1 മണിക്കൂർ വർക്ക് ചെയ്താൽ 1 മണിക്കൂറിന്റെ പൈസ കിട്ടും. ശരിയല്ലേ? ഇനി നമുക്ക് മറ്റേലേക്ക് പോവാം. നിങ്ങൾ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞല്ലോ. ഓർഗാനിക് ഫാമിങ്ങിൽ നിങ്ങൾ 3 മാസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ബോറടിച്ചു, അത് നിർത്തി അവിടെ. ശരിയല്ലേ? അതിലൊരു 8,000 റുപ്യ നഷ്ടം വന്ന്. ഇതിൽ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ചിലപ്പം മൂഡ് പോയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഇതേപോലെ മൂഡുള്ള ആൾക്കാരെ കൊണ്ട് ഇത് പണിയെടുപ്പിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല, ഞാൻ ചോദിക്കുക. അതായത് ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചിട്ട് ഇതിനെ ഫാമിങ്ങിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റും. ശരിക്കും ആലോചിച്ച് പറയാട്ടോ, പറ്റുമോ? അത് പറ്റും. പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാത്ത കാരണം അതൊരു പേടിയാണ് തുടങ്ങാൻ. അല്ല, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഇത് പോയിട്ടുണ്ട്, നിങ്ങളെ ഇൻട്രസ്റ്റ് പോയിട്ടുണ്ട്. അത് പക്ഷെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവില്ലേ? ഇൻട്രസ്റ്റ് ഞാൻ ചോദിക്കണേ, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കണം. എനിക്കറിയില്ല, നിങ്ങൾ പറയാം. ഇൻട്രസ്റ്റ് ഉള്ള ആളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പോഴും നിങ്ങൾക്ക് അതൊരു ബിസിനസ് ആക്കി കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടോ? അത് ആദ്യം ചോദിക്കട്ടെ. ഉണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നിങ്ങൾ നേരത്തെ പറഞ്ഞു ചെയ്ത് ഐ ലവ് ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ ഇത് ചോദിക്കാനുള്ള കാര്യം. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ചെയ്തിരുന്നു. അതിന്റെ കാരണം ഞാൻ ചോദിക്കണത്, ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. ഇത് പറഞ്ഞോളൂ.
ഡ്രോപ്പ് ഔട്ട് ചെയ്താല് പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുമ്പോ ഭയങ്കര വിഷമാവും. ഇത്രയും ഭയങ്കര വിഷമം. താല്പര്യം പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ചെലവ് ചുരുക്കിയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എക്സ്പെൻസ് ഇല്ലാത്ത രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കും. പക്ഷെ നിങ്ങൾക്ക് ആ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ഇപ്പൊ ഇൻട്രസ്റ്റ് 0 to 10 എത്ര നിങ്ങൾ ഇൻട്രസ്റ്റ്? ഇൻട്രസ്റ്റ് 8. അപ്പൊ പിന്നെ എന്താ ചെയ്യാത്തത് നിങ്ങൾ? മടിയാണോ? മടിയല്ല, ഇത് ചെയ്തു തുടങ്ങിയാല് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താന്ന് എനിക്കറിയുന്നില്ല, ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാന്. അപ്പൊ ഇത് നിർത്തിയിട്ട് എത്ര മാസമായി? നിർത്തിയിട്ട് ഇപ്പൊ ഞാൻ ചെറുതായിട്ട് കൊണ്ടു തുടങ്ങിയിട്ടുണ്ട്. നിർത്തിയപ്പോ എത്ര മാസത്തിലാണ് നിർത്തിയത്, സ്റ്റോപ്പ് ചെയ്തത് നിങ്ങൾ? ഒരു 4 മാസമൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, 4 മാസം. അന്ന് നിങ്ങളുടെ 0 to 10 അന്ന് നിങ്ങൾ ഇത് എന്തായിരുന്നു ഇൻട്രസ്റ്റ്? ഇന്ന് നിങ്ങൾ 8 എന്ന് പറയും. അന്ന് എത്രയായിരുന്നു? അന്ന് 5. അപ്പൊ അന്ന് ഇൻട്രസ്റ്റ് കുറഞ്ഞപ്പോഴാണ് നിങ്ങൾ നിർത്തിയത്, ശരിയല്ലേ? അത് ഇൻട്രസ്റ്റ് പറഞ്ഞാൽ നമുക്ക് അതിനോട് താല്പര്യം ഇല്ലായല്ല, പക്ഷെ ചെയ്യാൻ കഴിയണില്ല, അതാണ് സത്യം. എന്താ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? നമ്മൾ അതിന് ഫാമിംഗ് ആകുമ്പോൾ നമ്മൾ അതിനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണ്ട, ഓരോ സ്റ്റെപ്പില് ഓരോ വീക്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ചെയ്തു അറിയണ കാര്യങ്ങളാണ്, ചെയ്യാൻ കഴിയുന്നതുമാണ്. അതിനെ ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അറിയണ കാര്യമാണ്, ചെയ്യണമെന്ന് അറിയാം, പക്ഷെ നിങ്ങൾ ചെയ്യണില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള. ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെ നിങ്ങൾക്ക് ഇപ്പൊ ഈ എന്നോട് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലേ നിങ്ങൾ വന്ന് സംസാരിക്കും എന്നോട്? അതെ, ഇതിനൊരു സൊല്യൂഷൻ കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പം ആ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം നിങ്ങൾ വന്ന് ഇവിടെ ഇരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് വളർത്തി നെക്സ്റ്റ് ലെവലിലേക്ക് ആ ബിസിനസ് കൊണ്ടുപോയിട്ടുണ്ടാവില്ലേ, ശരിയല്ലേ? അതെ. അന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കണത്, നിങ്ങൾക്ക് വീണ്ടും ആ ഇൻട്രസ്റ്റ് വരുമോ? തുടർച്ചയായിട്ട് നിങ്ങൾ പോവോ? വല്ല ചാൻസ് ഉണ്ടോ? 1% ഇത് തുടർച്ചയായിട്ട് അടുത്ത 1 വർഷം 2 വർഷം 3 വർഷത്തേക്ക് കൊണ്ടുപോകാനും അതിൽ കൂടെ നിങ്ങൾക്കൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾ കൊണ്ട് പറ്റുമോ? അതിലെ ഇൻട്രസ്റ്റ് ഉണ്ടാവോ? ഉറപ്പാണോ? അത് ആ ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരൊക്കെയാണ് അവിടെ സന്തോഷിക്കുക വീട്ടില്? വീട്ടിലെ എല്ലാവർക്കും സന്തോഷവും. ആരൊക്കെ? ഒരു 3 ആൾക്കാരെ പേര് പറയണ്ട, ആരൊക്കെയെന്ന് പറഞ്ഞാൽ. എന്റെ ഫാദർ. ഓക്കെ. നമ്പർ 2? ബ്രദർ. നമ്പർ 3? പിന്നെ നെയ്ബേഴ്സ്. ഓക്കെ, ഗ്രേറ്റ്. അവരെന്താ പറയാ നിങ്ങളോട്? ഇവള് നോക്കി പഠിക്കണ്ടെന്നൊക്കെ പറയോ? എനിക്ക് നിങ്ങളെ പേരൊന്നും അറിയില്ല കേട്ടോ, ഞാൻ വെറുതെ ഇതിൽ പറയാം. നിങ്ങൾ എക്സ് എന്ന് പറഞ്ഞ ആളാന്ന് വിചാരിക്കുക. ആ എക്സിനെ നോക്കി പഠിക്ക്, കണ്ട വീട്ടിലിരുന്നിട്ട് പൈസ ഉണ്ടാക്കണം കണ്ടില്ല എന്നൊക്കെ പറയൂലേ? അങ്ങനെ പറയിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും. അപ്പൊ തുടങ്ങണ്ടേ? തുടങ്ങണം. നിർത്തിയാൽ നടക്കൂല. ഫിനിഷേഴ്സിന് മാത്രമേ ഉള്ളൂ സ്ഥാനം, തുടങ്ങുന്ന ആൾക്കാർക്ക് സ്ഥാനമില്ല. ആരാണോ അവസാനിപ്പിക്കണം അവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ, ശരിയല്ലേ? അതെ. അപ്പൊ എന്തൊക്കെയാണ് 3 കാര്യം ചെയ്യാം ഇന്ന് വരെ ചെയ്യാത്തത്? മടി വന്നിട്ട് നിർത്തി വെച്ചതൊക്കെ കണക്ക് കൂട്ടിയിട്ട് 3 കാര്യം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 3 കാര്യം, ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തായാലും ഇത് മുമ്പോട്ട് കൊണ്ടുപോയി മതിയാവുന്നുള്ള രീതിയിൽ. നിങ്ങൾ നേരത്തെ ആ മെൻറ്ററിങ് ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു, ഒരു മെൻറ്റർ ഉണ്ടായിരുന്നു. അതേപോലെ നിങ്ങൾ മനസ്സിൽ കാണുന്ന ഒരു മെൻറ്റർ ഉണ്ട് എനിക്ക് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോച്ച് ഉണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ട്, ഒരു വടിയായിട്ട് ഒരാളുണ്ടെന്ന് വിചാരിക്കുക. മനസ്സിൽ കണ്ടാൽ മതി, എന്നിട്ട് ഇത് കംപ്ലീറ്റ് തീർക്കാൻ പറ്റും. എന്തായിരിക്കും 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം മടി വരാതെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്? ഡെയിലി ഒരു ടൈം ടേബിൾ വെച്ചിട്ട് അതിനൊരു കണ്ടെത്തണം. ഓക്കെ, അത് ചെയ്യാൻ പറ്റുമോ? അത് പറ്റും. നമ്പർ 2 എന്തായിരിക്കും? രണ്ടാമത്തത് ആദ്യത്തെ ഒരു താല്പര്യം എല്ലാ ദിവസവും ഉള്ള രീതിയിൽ ചെയ്യണം. ഓക്കെ, അതിനെന്താ ചെയ്യാ? ആ താല്പര്യം വരാൻ എന്താ ചെയ്യാ? ഇൻട്രസ്റ്റ് വരാന് യൂട്യൂബ് ഒക്കെ ഉണ്ടോ അവിടെ വീട്ടില്? ഉണ്ട്. വാച്ച് ചെയ്യലുണ്ടോ ഇങ്ങനത്തെ പ്രോഗ്രാംസ്? അതായത് ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചുള്ളൊക്കെ വായിക്കലുണ്ടോ? ബുക്ക് വായിക്കലുണ്ടോ? മാഗസീൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ഓഡിയോ കേൾക്കലുണ്ടോ? പോഡ്കാസ്റ്റ് ഉണ്ടോ? യൂട്യൂബ് ഉണ്ടോ? ചെയ്യലുണ്ടോ? ചെയ്യലുണ്ട്. അത് ചെയ്തൂടെ? കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചൂടെ അതിൽ കൂടെ? അത് ചെയ്യാറുണ്ട്. ഓക്കെ, അത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തെ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ 3-ാമത്തെ കാര്യം? ആ ഒരു ഡ്രൈവ് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. മൂന്നാമത്തത് മടുക്കാണെന്ന് തോന്നുമ്പോ എന്തെങ്കിലും അതിനോട് താല്പര്യം കൊണ്ടുവരാൻ
കഴിയാൻ സംസാരിക്കണ ഒരാളത്ത് പോയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ അതിനോട് താല്പര്യമുള്ള ആ ഫീൽഡിൽ പോയിരുന്നാല് അടുപ്പ് വരുമ്പോ അതിനോട് ഒന്നും കൂടി വീണ്ടും ഇൻട്രസ്റ്റ് വരുമല്ലോ. ബ്യൂട്ടിഫുൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ സെയിം സാധനം എൻ്റെ വീട്ടിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിയാണ് ചെയ്യണം. പ്രായം ചെന്നിക്കണം, 75 വയസ്സായിക്കണം. പക്ഷേ ഇപ്പോഴും ഇൻട്രസ്റ്റ്. ഞാൻ പറയും ഒന്നും ചെയ്യരുത്, കാലിലെ മുട്ടും എല്ലാം വേദനിക്കുന്ന ആളാണ്. പക്ഷേ രാവിലെ തന്നെ തുടങ്ങും അതിൻ്റെ ബാക്കിൽ. അവർക്ക് ഇൻസ്പിറേഷൻ എവിടെ നിന്ന് കിട്ടുന്നത്? എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നത്. എൻ്റെ മൂത്ത സിസ്റ്റർ ഇതിൻ്റെ ക്രേസിയാണ്, മനസ്സിലാണ്ട. അപ്പോൾ അവർ ഇത് ഫ്ലവേഴ്സാണ് കൊടുത്ത് ചെയ്യല്. ഫ്ലവേഴ്സ് എൻ്റെ മദറാണെങ്കിൽ ഫ്ലവറുണ്ട്, അതേപോലെ കിച്ചൺ ഗാർഡനിങ് ഉണ്ട്, രണ്ടുമുണ്ട്. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ്, നമ്പർ 1 ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ അവർ തമ്മിൽ സംസാരിക്കണം, ഇത് മാത്രമേ സംസാരിക്കൂ, വേറൊരു സംസാരമില്ല അവരുടെ ഇടയിൽ. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റും. ഉറപ്പാണോ? ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ പറഞ്ഞു. ഒന്ന്, ടൈം ടേബിൾ ഉണ്ടാക്കി ടൈം ടേബിൾ ഫോളോ ചെയ്യുക. നമ്പർ 2, അതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വല്ല മാഗസീൻസോ ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനത്തെ ഫോളോ ചെയ്യുക. മൂന്നാമത്തെ, നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരാളെ കണ്ടുപിടിച്ച് ആ ആളായിട്ട് കൂടുതൽ സമയം ചിലവാക്കാം. ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇത് നിങ്ങളുടെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ക്ലാരിറ്റി കിട്ടിയോ? ഹാപ്പിയാണോ? 0 to 10 എത്ര ഹാപ്പിയാണ്? 0 to 10 8. Good. Thank you so much. Thanks a lot. I wish you all the best. Thank you. Thank you. Next caller, please.